തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വരികയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മേഘയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ല. ഇത് സംബന്ധിച്ച് IBക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയതായും പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഇതിനോടകം തന്നെ IB അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കുടുംബം പ്രധാനമായും സംശയിക്കുന്നത് എന്താണ്? തീർച്ചയായും ലക്ഷ്മി, കുടുംബം പറയുന്നത് പെൺകുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഈ മരണം സംഭവിച്ചതിൽ തങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, വ്യക്തതക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഇവർ നിലവിൽ IBക്കും അതുപോലെ തന്നെ പേട്ട പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പേട്ട പോലീസിനായിരുന്നു അന്വേഷണ ചുമതല. പെൺകുട്ടി റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വരികയും ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ട്രാക്കിൽ കിടക്കുകയും ചെയ്തു എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ ആ ഫോൺ കോൾ ആരുടേതായിരുന്നു എന്നതിൽ കൃത്യമായ അന്വേഷണം വേണം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ വലിയ ദുരൂഹതയുണ്ട് തങ്ങൾക്ക്. അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം പറയുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇവരുടെ ആരോപണത്തിൽ അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് പോലീസ് റിപ്പോർട്ട് വന്ന ശേഷം ഇവർ അതുപോലെ തന്നെ ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമല്ല ഇവർ തന്നെ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിലെ കൂടുതൽ ഇവരുടെ ആരോപണത്തിൽ അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് ഇവർ പറയുന്നതിൽ എന്തെല്ലാമാണ് കൂടുതൽ സംശയങ്ങൾ ഇവർക്കുള്ളത് എന്നതിൽ കൂടുതൽ വ്യക്തത വരും. ഇപ്പോൾ അവർ ഇത്രമാത്രമാണ് മാധ്യമങ്ങളോട് പറയുന്നത്. മരണം സ്വാഭാവികമായും ഉണ്ടായ മരണമല്ല, അതിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. കുടുംബവുമായിട്ടെല്ലാം നല്ല ബന്ധം പുലർത്തിയിരുന്നതാണ്. മരണത്തിന് തൊട്ടു മുൻപും കുടുംബവുമായും നല്ല രീതിയിൽ ഫോണിൽ സംസാരിക്കുകയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന, മാനസിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് കടന്നെങ്കിൽ അല്ലെങ്കിൽ അതിനു പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തണം. വിശദമായ അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ലക്ഷ്മി. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.